സസ്യാഹാരികൾക്കും മാംസത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു മികച്ച ഭക്ഷണ സ്രോതസ്സാണ് കിഡ്നി ബീൻസ്. പേശികളുടെ നന്നാക്കൽ, രോഗപ്രതിരോധ പ്രവർത്തനം, മൊത്തത്തിലുള്ള വളർച്ച എന്നിവയെ പിന്തുണയ്ക്കുന്ന അവശ്യ അമിനോ ആസിഡുകൾ ഇവ നൽകുന്നു. കിഡ്നി ബീൻസിൽ ഭക്ഷണ നാരുകൾ, പ്രത്യേകിച്ച് ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ നിയന്ത്രിക്കാനും മലവിസർജനം മെച്ചപ്പെടുത്താനും പൂർണ്ണത അനുഭവപ്പെടാനും സഹായിക്കുന്നു. ഇത് ശരീരഭാരം നിയന്ത്രിക്കാനും മലബന്ധം, മറ്റ് ദഹന പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കാനും സഹായിക്കും. കിഡ്നി ബീൻസിലെ ഉയർന്ന നാരുകൾ, പൊട്ടാസ്യം, ഫോളേറ്റ് എന്നിവയുടെ അളവ് ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നു. LDL, മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ നാരുകൾ സഹായിക്കുന്നു. അതേസമയം പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ഹോമോസിസ്റ്റീൻ അളവ് കുറയ്ക്കുന്നതിൽ ഫോളേറ്റ് ഒരു പങ്കുവഹിക്കുന്നു. ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. കുറഞ്ഞ ഗ്ലൈസെമിക് സൂചികയും ഉയർന്ന നാരിന്റെ അളവും കാരണം കിഡ്നി ബീൻസ് രക്തപ്രവാഹത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു. പ്രമേഹമുള്ളവർക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. ഇരുമ്പ്, മഗ്നീഷ്യം, ഫോളേറ്റ്, മാംഗനീസ്, വിറ്റാമിൻ B1, തയാമിൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന പോഷകങ്ങളാൽ സമ്പന്നമാണ്. ഊർജ്ജ ഉൽപാദനത്തിനും ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും ഈ പോഷകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കിഡ്നി ബീൻസിലെ ആന്റിയോക്സിഡന്റുകളും സസ്യസംയുക്തങ്ങളായ ഫ്ലേവനോയിഡുകൾ, ഫിനോളിക് ആസിഡുകൾ എന്നിവ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും ചിലതരം കാൻസറുകളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്ന്. ഇവയുടെ ഉയർന്ന നാരുകളുടെ അളവ് വൻകുടൽ കാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കിഡ്നി ബീൻസിലെ പ്രോട്ടീനുകളുടെയും നാരുകളുടെയും സംയോജനം അവയെ വളരെയധികം സംതൃപ്തി നൽകുന്നു. വിശപ്പ് നിയന്ത്രിക്കാനും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും അവ സഹായിക്കുന്നു. ഇത് സമീകൃതാഹാരത്തിന്റെ ഭാഗമാകുമ്പോൾ ശരീരഭാരം കുറയ്ക്കാനോ ശരീരഭാരം നിലനിർത്താനോ ഗുണം ചെയ്യും. അസംസ്കൃതമായതോ വേവിക്കാത്തതോ ആയ കിഡ്നി ബീൻസിൽ ഫൈറ്റോഹെമാഗ്ലൂട്ടിനിൻ എന്ന വിഷവസ്തു അടങ്ങിയിട്ടുണ്ട്. ഇത് ഓക്കാനം, ഛർദി, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകും. ബീൻസ് ശരിയായി കുതിർത്ത് കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പൂർണ്ണമായും തിളപ്പിക്കുമ്പോൾ മാത്രമേ ഈ വിഷവസ്തു നിർവീര്യമാകൂ. അസംസ്കൃതമായോ തെറ്റായി പാകം ചെയ്തതോ ആയ കിഡ്നി ബീൻസ് ഒരിക്കലും കഴിക്കരുത്. ചില ആളുകളിൽ ഗ്യാസ്, വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം എന്നിവയ്ക്ക് കാരണമാകുന്ന ചില സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ, ഒലിഗോസാക്കറൈഡുകൾ ബീൻസിൽ അടങ്ങിയിട്ടുണ്ട്. ബീൻസ് രാത്രി മുഴുവൻ കുതിർത്ത് നന്നായി പാചകം ചെയ്യുന്നത് ഈ സംയുക്തങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ദഹിക്കാൻ എളുപ്പമാക്കുന്നു. വൃക്ക ബീൻസിൽ ഫൈറ്റിക് ആസിഡ്, ലെക്റ്റിനുകൾ തുടങ്ങിയ ആന്റിന്യൂട്രിയന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ഇരുമ്പ്, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ധാതുക്കളുമായി ബന്ധിപ്പിക്കുകയും അവയുടെ ആഗിരണം കുറയ്ക്കുകയും ചെയ്യും. വൈവിധ്യമാർന്ന ഭക്ഷണക്രമമുള്ള മിക്ക ആളുകൾക്കും ഇത് ഒരു പ്രശ്നമല്ലെങ്കിലും ശരിയായ തയ്യാറെടുപ്പില്ലാതെ ബീൻസിനെ അമിതമായി ആശ്രയിക്കുന്നത് കാലക്രമേണ പോഷക ഉപഭോഗത്തെ ബാധിച്ചേക്കാം. മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം, സംതൃപ്തി എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള പോഷകസമൃദ്ധവും നാരുകളും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണമാണ് വൃക്ക ബീൻസ്. എന്നിരുന്നാലും വിഷാംശവും ദഹനപ്രശ്നങ്ങളും ഒഴിവാക്കാൻ അവ ശരിയായി പാകം ചെയ്യണം. മിതമായി തയ്യാറാക്കി കഴിക്കുമ്പോൾ ആരോഗ്യകരമായ സമീകൃതാഹാരത്തിന് ബീൻസ് ഒരു വിലപ്പെട്ട കൂട്ടിച്ചേർക്കലാണ്.